ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയ സ്മാരകം താജ്മഹൽ. എന്നാൽ ഈ വെളുത്ത മാർബിളിനു കീഴിൽ നൂറ്റാണ്ടുകളായി മറഞ്ഞുകിടക്കുന്ന ചില ഭീകര രഹസ്യങ്ങളുണ്ടെന്നറിയാമോ? ഞാനീ പറയുന്നത് താജ്മഹലിന്റെ അടിയിലുള്ള രഹസ്യ തുരങ്കങ്ങളെയും അടഞ്ഞ മുറികളെയും കുറിച്ചാണ്. 1632 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി താജ്മഹൽ പണിതുയർത്തി. മുകളിലെ അതിസുന്ദരമായ ശില്പകല നമ്മൾ കാണുന്നു, പക്ഷേ താഴെ എന്തുണ്ട്? അതാണ് ചോദ്യമാകുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് താജ്മഹലിന്റെ അടിയിൽ 22 അടഞ്ഞ മുറികളും കോറിഡോറുകളും ഉണ്ടെന്നാണ്. പക്ഷേ ഇവയിൽ ഭൂരിഭാഗവും സാധാരണ ജനങ്ങൾക്കായി തുറന്നിട്ടില്ല. എന്തുകൊണ്ട്? എന്തിനാണ് ഈ മുറികൾ അടച്ചിട്ടിരിക്കുന്നത്? ASI പറയുന്നത് ഇതൊക്കെ മഹലിന്റെ അടിത്തറ സംരക്ഷിക്കാനും സ്ട്രക്ചറൽ സപ്പോർട്ടിനു വേണ്ടിയും വായുസഞ്ചാരത്തിനു വേണ്ടിയുമാണെന്നാണ്. എന്നാൽ ചില ചരിത്രകാരന്മാർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി ഈ രഹസ്യ തുരങ്കങ്ങളൊക്കെ എവിടേക്കാണ് പോകുന്നത്? പലരും പറയുന്നു ഇവ യമുന നദിയുടെ മറുകരയിലേക്കാണ് പോകുന്നതെന്ന്. ഷാജഹാൻ കറുത്ത താജ്മഹൽ പണിയാൻ വിചാരിച്ചിരുന്ന ആ സ്ഥലത്തേക്ക്. മറ്റൊരു കൗതുകകരമായ വിശ്വാസം ഷാജഹാൻ ആഗ്ര കോട്ടയിൽ തടവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഈ തുരങ്കങ്ങളിലൂടെ രഹസ്യമായി താജ്മഹലിനെ സന്ദർശിച്ചു എന്നാണ്. പക്ഷേ ഇതിനൊന്നും മതിയായ തെളിവില്ല. താജ്മഹൽ ഒരു പൈതൃക സ്മാരകമാണ്. ചെറിയ ഒരു സ്ട്രക്ചറൽ ഡാമേജ് പോലും വലിയ അപകടങ്ങൾ ആയി മാറാം. അതിനാൽ ആഴത്തിലുള്ള ഒരു എക്സ്കവേഷൻസും ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, താജ്മഹൽ നമ്മൾ കാണുന്നതിലും കൂടുതൽ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. പ്രണയത്തിന്റെ ചിഹ്നമായി നാം കാണുന്ന ഈ മഹൽ മറുവശത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററികളിൽ ഒന്നായി ഇന്നും നിലകൊള്ളുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള ചരിത്ര കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ.